ഹായ് മക്കളെ, വെൽക്കം ടു വിന്നേഴ്സ് കോച്ചിങ് സെന്റർ. കേട്ടോ, നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് നമ്മളിവിടെ ആരംഭിക്കാൻ പോകുന്നത്. എൻ്റെ പേര് സുനിൽ എന്നാണ്. ഓക്കെ, അപ്പോൾ 6ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾക്കായിട്ട് നമ്മുടെ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, സോ ഫസ്റ്റ് യൂണിറ്റിലെ കോണ്ടന്റ്സ്, ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് തന്നെ ഓഫ് മെനി ഹ്യൂസ് എന്നാണ്. കേട്ടോ, പലവിധ അനവിധ നിറങ്ങളിൽ എന്നാണ് ഇതിന്റെ അർത്ഥം. കേട്ടോ, അപ്പോൾ ആ നിറങ്ങളിൽ ആകെ ഒരു 3 നിറങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് 3 ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് നെയിംസ് ആൻഡ് നെയിംസ്, ദെൻ ദി കളേഴ്സ് ഓഫ് എർത്ത്, ദെൻ ക്രോബോയ്. കേട്ടോ, അപ്പൊ ഈ 3 നല്ല ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിനകത്തെ ആദ്യത്തെ ചാപ്റ്റർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, നെയിംസ് ആൻഡ് നെയിംസ്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ പേര് നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറയാൻ കാരണം ഇത് പേരുകളെ പറ്റിയുള്ള ഒരു ചാപ്റ്ററാണ്. കേട്ടോ, രസകരമായ വ്യത്യസ്തമായ ചില പേരുകളെ പറ്റി തന്നെയാണ് ഈ ചാപ്റ്ററിൽ, ഈ കഥയിൽ പറയുന്നത്. ഇതൊരു സ്മോൾ കുഞ്ഞു കഥയാണ്. കേട്ടോ, വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ് നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറയുന്നത്. കേട്ടോ, അപ്പൊ ഈ കഥയിൽ ആരൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കിയാലോ. ബാ, അപ്പൊ ഈ കഥയിൽ ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയുടെ പേര് തന്നെ വ്യത്യസ്തമായ പേരാണ്. അവളുടെ പേര് കുഞ്ഞിച്ചിരുത എന്നാണ്. നമ്മൾ മലയാളികൾക്ക് വളരെ രസകരമായിട്ട് പറയാവുന്ന ഒരു പേരാണ് കുഞ്ഞിച്ചിരുത എന്നുള്ളത്. പക്ഷേ മറ്റു ദേശക്കാർക്ക് അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സിന് ഈ പേര് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് രസകരമായ കാര്യങ്ങളാണ് ഈ കഥയിലുള്ളത്. മക്കളെ, ഈ കഥ തുടങ്ങുന്നത് കുഞ്ഞിച്ചിരുതയെ കാണിച്ചുകൊണ്ടാണ്. കണ്ടോ, കുഞ്ഞിച്ചിരുതയാണ്. അവള് നമ്മുടെ ഈ കേരളത്തിലല്ല ഇപ്പൊ ജീവിക്കുന്നത്, അവള് അമേരിക്കയിൽ ന്യൂജേഴ്സിയിലാണ്. കേട്ടോ, അപ്പൊ അവിടുത്തെ വിശേഷങ്ങളാണ് പറയുന്നത്. കുഞ്ഞിച്ചിരുത stood at the gate, gazing at the street. She loved to look at passing vehicles and pedestrians. It was the end of winter. The air was warming up, but there was still the occasional cold wind. It had been a cold winter in New Jersey. It was only 5, but night had fallen. നമ്മുടെ കുഞ്ഞിച്ചിരുതയുടെ ഒരു പ്രധാന ഇഷ്ട കാര്യമാണ് ദാ ഇങ്ങനെ ഗേറ്റിൽ നിന്നിട്ട് അതിലെ കടന്നു പോകുന്ന വാഹനങ്ങളെയും അതുപോലെയുള്ള നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ നടന്നു പോകുന്നതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അവൾ അത് രസകരമായിട്ട് ആസ്വദിച്ചിരുന്നു. കേട്ടോ, അങ്ങനെ ആ ഒരു സമയം ഇവള് അവിടെ നിൽക്കുന്ന സമയമൊക്കെ ഒരു വിന്റർ സമയമാണ്. എൻഡ് ഓഫ് വിന്റർ ആണ്. കേട്ടോ, വിന്റർ അവസാനിക്കാറായി. ആ എയറൊക്കെ കുറച്ച് ചൂട് പിടിച്ച് വരുന്നേ ഉള്ളൂ. ദാറ്റ് മീൻസ് വിന്റർ അവസാനിക്കുമ്പോഴാണ് അന്തരീക്ഷമൊക്കെ ഒന്ന് ഊഷ്മളമാകുന്നത്, ഒരു നല്ല അന്തരീക്ഷമാകുന്നത്. അതുവരെ തണുത്ത് മൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും. ഇപ്പൊ പതുക്കെ വാർമിംഗ് അപ്പ് ആയി വരുന്നുണ്ട്. ബട്ട് ദേ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾഡ് വിൻഡ്. പക്ഷെ ഇപ്പോഴും അവിടെ ഇടയ്ക്കിടയ്ക്ക് കോൾഡ് വിൻഡ് അടിക്കുന്നുണ്ട്. കേട്ടോ, ഇറ്റ് ഹാഡ് ബീൻ എ കോൾഡ് വിന്റർ ഇൻ ന്യൂ ജേഴ്സി. അപ്പൊ ഇപ്രാവശ്യത്തെ വിന്റർ കുറച്ച് കൂടുതൽ കോൾഡ് ആയിരുന്നു, കൂടുതൽ തണുത്ത ഒരു വിന്റർ ആയിരുന്നു കടന്നുപോയത്. ഇറ്റ് വാസ് ഓൺലി 5, ബട്ട് നൈറ്റ് ഹാഡ് ഫോളൻ. പിന്നെ ഒരു കാര്യം, അവിടെ ഈ സമയത്തിന്റെ അസ്തമിക്കുന്നതും ഉദയം ചെയ്യുന്നതിൻ്റെയൊക്കെ സമയത്തിന് വ്യത്യാസം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ ഇവിടെ പോലെ കൃത്യമായ സമയത്ത് അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം മാത്രം ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല അമേരിക്കയിലെ ന്യൂജേഴ്സി എന്ന് പറയുന്നത്. അവിടെ സമയക്രമം നന്നായിട്ട് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ അവിടെ രാത്രിയാവുന്നത് 5 മണിക്കാണ്. കേട്ടോ, ഇറ്റ് വാസ് ഓൺലി 5, ബട്ട് നൈറ്റ് ഹാഡ് ഫോളൻ. കണ്ടോ, 5 മണിയായിട്ടേ ഉള്ളൂ, പക്ഷേ ഇരുട്ടായി കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കറിയാം, ഭൂമിയുടെ ചരിവിന്റെ ഒക്കെ കാരണം കൊണ്ട് ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് പല സമയങ്ങളിൽ, പ്രത്യേകിച്ച് നോർത്തേൺ പോളിലുള്ള ഭൂമിയുടെ മുകൾ ഭാഗത്ത് എന്ന് പറയുന്ന നോർത്തേൺ പോളിലുള്ള രാജ്യങ്ങൾ, അതിനോടടുത്ത രാജ്യങ്ങളിൽ ഈ പകലിന്റെ സമയവും രാത്രിയുടെ സമയവും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ USA എന്നൊക്കെ പറയുന്നത് കൂടുതൽ നോർത്തേൺ പോളിനോട് അടുത്ത രാജ്യമായതുകൊണ്ട് അവിടുത്തെ പകൽ സമയവും രാത്രി സമയവും ഏറിയും കുറഞ്ഞും വന്നുകൊണ്ടിരിക്കും. കേട്ടോ, നമ്മൾ ഈ ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന ആളുകൾക്ക് അത് വലിയ വ്യത്യാസമൊന്നും അനുഭവിക്കാൻ പറ്റില്ല. കേട്ടോ, പക്ഷെ അവിടെ ഉള്ളവർക്ക് ചില സമയങ്ങളിൽ, ചില ദിവസങ്ങളിൽ രാത്രികാലം കൂടുതലായിരിക്കും. 12 മണിക്കൂറോ അതിൽ കൂടുതലോ രാത്രി ഉണ്ടാവും. 16 മണിക്കൂറൊക്കെ രാത്രി ഉണ്ടാവും. ചില സമയത്ത് രാത്രികാലം വളരെ കുറവായിരിക്കും. ദാറ്റ് മീൻസ് പകലിന്റെ സമയം കൂടുതലായിരിക്കും. ചിലപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് സൂര്യൻ ഉദിച്ചാൽ വൈകിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കുന്നത്. അപ്പോൾ ഒരുപാട് കൂടുതൽ സമയം സൂര്യൻ ചിലപ്പോൾ ആകാശത്ത് നിന്നാവും. അങ്ങനെയൊക്കെ ഉള്ള പ്രത്യേക തരത്തിലുള്ള ക്ലൈമറ്റ് ഒക്കെ ഉള്ള സ്ഥലമാണ് ന്യൂജേഴ്സി എന്ന് പറയുന്നത്. കേട്ടോ, അപ്പൊ അങ്ങനെ കുഞ്ഞിച്ചിരുതയ്ക്ക് അതൊക്കെ പുതിയൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് അവൾ അവിടെ ഇങ്ങനെ നിന്ന് എല്ലാം കാണുന്നതൊക്കെ. ഓക്കെ, the varying lengths of day and night across seasons had puzzled കുഞ്ഞിച്ചിരുത. കണ്ടോ, കുഞ്ഞിച്ചിരുത ആക്ച്വലി കുറച്ച് പസിൽഡ് ആണ്. പസിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, കുറച്ച് ആശയക്കുഴപ്പത്തിലാണ്, ചിന്താക്കുഴപ്പത്തിലാണ്. കാരണം എന്താണ്, അവൾക്ക് ഇതൊന്നും പരിചയമില്ല, അധികം പരിചയമില്ല. അപ്പൊ ഈ വേരിയിങ് ലെങ്ത്സ് ഓഫ് ഡേ ആൻഡ് നൈറ്റ്, അപ്പോൾ ദിനരാത്രങ്ങളുടെ ഈ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയക്രമം കാരണം അവൾ കുറച്ചൊന്ന് ആശയക്കുഴപ്പമാണ്, കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആണ് അവള്. കേട്ടോ,
വെൻ ഷി അറൈവ്ഡ് ഇൻ ജൂലൈ ദ സൺസെറ്റ് ഓൺലി അറ്റ് 8:30. കണ്ടോ, അവൾ ജൂലൈയിൽ വന്ന സമയത്ത് അന്നേരം സൺസെറ്റ് 8:30 രാത്രി 8. നമ്മുടെ ഇവിടുത്തെ രാത്രി 8:30 കേട്ടോ, അവിടെ സൺസെറ്റ് ആവുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ദ ഡേ വാസ് മോർ ദാൻ 15 hours ലോങ്. അപ്പോ അവൾ വന്ന സമയത്ത് ഡേ അവേഴ്സ്, ദാറ്റ് മീൻസ് പകൽ സമയം ഒരുപാട് കൂടുതലായിരുന്നു കേട്ടോ. 15 hours കൂടുതൽ പകൽ സമയം ഉണ്ടായിരുന്നു ആ സമയത്ത്. നൗ ദ സൺസെറ്റ് എ ലിറ്റിൽ ബിഫോർ 5. ദാ ഇപ്പോഴാണെങ്കിലോ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു, പകൽ സമയം കുറഞ്ഞിരിക്കുന്നു. ദാറ്റ് മീൻസ് സൺ ഇപ്പോ സൺസെറ്റ് ഉണ്ടാവുന്നത് 5 മണിക്ക് തൊട്ട് മുമ്പായിട്ട്, ജസ്റ്റ് 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇരുട്ടായി കഴിഞ്ഞു കേട്ടോ. ആൻഡ് ദ ഡേ ലാസ്റ്റഡ് ഓൺലി എ ലിറ്റിൽ ലെസ് ദാൻ 10 hours. പിന്നെ ഇപ്പോ ദിവസത്തിന്റെ സമയം, അതായത് പകൽ സമയം എന്ന് പറയുന്നത് ഒരു 10 മണിക്കൂറോ അതിൽ കുറവേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇപ്പോ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോ പകൽ സമയം കുറവാണ്, രാത്രി സമയം കൂടി നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ആ സമയത്ത് അവൾ അവിടെ നിൽക്കുമ്പോഴാണ് ദേ വരുന്നു മറ്റൊരു കൂട്ടുകാരി, കുഞ്ഞുചിരുതയുടെ കൂട്ടുകാരി. അവള് കുഞ്ഞുചിരുതയെ വിളിക്കുകയാണ് കുഞ്ഞി ചിരൂത കേട്ടോ. ഇത് നമ്മൾ വായിക്കുന്നത് കുഞ്ഞുചിരുത എന്നുള്ള രീതിയിലേ വായിക്കുകയുള്ളൂ. പക്ഷേ ഒരു അമേരിക്കയിലെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് അമേരിക്കയിലെ ഒരു പെൺകുട്ടി കേട്ടോ, ആ ഒരു പെൺകുട്ടി കണ്ടോ, അവള് ഈ ഒരു പേര് ഒരു പരിചയമില്ലാതെ വിളിക്കുന്നത്. കൂട്ടുകാരിയാണ് അവള്, പക്ഷെ ആ പേര് അവൾക്ക് നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല, ഉച്ചരിക്കാൻ പറ്റുന്നില്ല. അവൾ വിളിക്കുന്നത് കുഹി ചിരൂത എന്നാണ്. കുഹി ചിരൂത. ആ കുഞ്ഞി ഞാ എന്ന വാക്ക് പറയാൻ അവർക്ക് പറ്റുന്നില്ല കേട്ടോ. കുഞ്ഞുചിരുത വാസ് സ്റ്റാർട്ടിൽഡ്. ഈ പേര് വിളി കേട്ടിട്ട് കുഞ്ഞുചിരുത ഞെട്ടിപ്പോയി പെട്ടെന്ന്. ദാറ്റ് വാസ് കേറ്റ്, ഹെർ ക്ലാസ്മേറ്റ്. ഷി ലിവ്ഡ് ജസ്റ്റ് അക്രോസ് ദ സ്ട്രീറ്റ്. ഓ നോട്ട് അഗെയിൻ, കുഞ്ഞുചിരുത സെഡ് ടു ഹെർസെൽഫ് അണ്ടർ ഹെർ ബ്രീത്ത്. വെൻ വിൽ ഷി ലേൺ ടു പ്രൊനൗൺസ് മൈ നെയിം റൈറ്റ്. അപ്പോ ഈ വിളി കേട്ട് കുഞ്ഞുചിരുത ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താണ്, കേറ്റ് ആണ്. കേറ്റ് അവളുടെ ക്ലാസ്മേറ്റ് ആണ്. അത് മാത്രമല്ല ആ സ്ട്രീറ്റിന്റെ അപ്പുറത്താണ് അവൾ താമസിക്കുന്നത്. പക്ഷേ കുഞ്ഞുചിരുതക്ക് ആ പേര് വിളിക്കുന്നത് കേട്ട് വളരെ ഇത്തിരി വിഷമമാണ് ആയത്. കുഞ്ഞുചിരുത സെറ്റ് ടു ഹെർസെൽഫ് അണ്ടർ ഹെർ ബ്രെത്ത് കേട്ടോ. ഓ നോട്ട് അഗെയിൻ, ഓ ഇനിയും വീണ്ടും അവളതേ വിളിക്കുന്നു എന്റെ പേര്. ഓ നോട്ട് അഗെയിൻ, വീണ്ടും വിളിക്കുകയാണ്. ഷോ എന്ന് പറഞ്ഞ് അവൾ കുറച്ച് വിഷമത്തിലാവുകയാണ്. എന്നിട്ട് അവൾ ചിന്തിക്കുകയാണ്, ഓ എന്നാണ് ഇവൾ എൻ്റെ പേര് ഒന്ന് മര്യാദക്ക് വിളിക്കുക, ശരിയായ രീതിയിൽ എന്നാണൊന്ന് വിളിക്കുക എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. ദിസ് വാസ് ദ 6th month at school. This was her 6th month at school. അവളുടെ സ്കൂളിലെ 6ാമത്തെ മാസമായിരുന്നു അത്. ബാക്ക് ഇൻ കേരള ഷീ ഹാഡ് ഓൺലി ലേൺഡ് സം ഇംഗ്ലീഷ് റൈംസ് അറ്റ് പ്ലേ സ്കൂൾ. ഇനി തിരിച്ച് നമ്മൾ കേരളത്തിൽ താമസിച്ചിരുന്ന സമയത്ത് ഇവൾക്ക് അധികം ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. നഴ്സറി ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുറച്ച് ഇംഗ്ലീഷ് റൈംസ് മാത്രമേ ഇവൾക്ക് പരിചയമുള്ളൂ കേട്ടോ. ഇംഗ്ലീഷ് ഭാഷയുമായിട്ടുള്ള ഇവളുടെ പരിചയം അത്രേ ഉള്ളൂ. ബട്ട് ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിംഗ് സ്പീഡ്. പക്ഷെ ഇപ്പൊ അവൾ എന്താണ്, നല്ല അമേസിംഗ് സ്പീഡിൽ, പെട്ടെന്ന് നല്ല വേഗതയിൽ അവള് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുത്തു കേട്ടോ. പിക്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ലേൺ ചെയ്തെടുത്തു, പഠിച്ചെടുത്തു കേട്ടോ. Her classmates and teachers were very kind and helpful. She did not feel a stranger at all at the school. ഇനി അവളുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ആണെങ്കിൽ കണ്ടില്ല, അവളുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ അവളോട് ഭയങ്കര ഫ്രണ്ട്ലിയർ ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല, അവളെ അകത്തിയൊന്നും നിർത്തുന്നില്ല. പിന്നെ അവൾക്ക് ആ സ്കൂളിൽ ഒരു സ്ട്രേഞ്ചർ ആയിട്ട് ഫീൽ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം വളരെ നന്നായിട്ട് മിങ്കിൾ ചെയ്ത് തന്നെ അവർ പോകുന്നത് കേട്ടോ. ടീച്ചേഴ്സ് ആണെങ്കിൽ അവളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ. Miss Hopkins, who taught mathematics, went out of the way to make her comfortable. അപ്പോൾ ഈ മിസ് ഹോപ്കിൻസ് ആണ് അവളെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ടീച്ചർ. മിസ് ഹോപ്കിൻസ് സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി അവൾക്ക് വേണ്ടി കുറച്ച് സമയം കൂടുതലൊക്കെ ചെലവഴിക്കാറുണ്ട് കേട്ടോ. സാധാരണ ടീച്ചർമാർ പഠിപ്പിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി തന്നെ അവൾക്ക് വേണ്ടി കൂടുതൽ നന്നായിട്ട് പഠിപ്പിച്ച് അവളെ കംഫർട്ടബിൾ ആക്കുകയാണ് കേട്ടോ. അവൾക്ക് വേറെ ഒരു അസുഖകരമായിട്ടുള്ള അവസ്ഥ തോന്നിപ്പിക്കാതെ നല്ല രീതിയിൽ അവളെ ട്രീറ്റ് ചെയ്യാണ് മിസ് ഹോപ്കിൻസ്. The only thing that upset her was the way her classmates pronounced her name. അപ്പൊ ആകെപ്പാടെ അവളെ അപ്സെറ്റ് ആക്കുന്ന, വിഷമിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഇവളുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളൊക്കെ അവളുടെ പേര് വിളിക്കുന്നത് കുറച്ച് തെറ്റായ രീതിയിലാണ്. ഈ പേരിങ്ങനെ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ അവർ പ്രൊനൗൺസ് ചെയ്യുന്നത് അത് എന്തെങ്ങനെയാണ്, വാസ് എ വേ ഹെർ ക്ലാസ്മേറ്റ്സ് പ്രൊനൗൺസ് ഹെർ നെയിം. അവളുടെ പേര് ക്ലാസ്മേറ്റ്സ് പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയിലാണ് അവൾക്ക് ഒരു വിഷമമുള്ളത് കേട്ടോ. Even Miss Hopkins found her name difficult to pronounce. She did try, though she managed to get the last part right, but she still found the first part a tongue twister. അപ്പൊ എന്താണ് കാര്യം, മിസ് ഹോപ്കിൻസ് പോലും അത് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അവളുടെ പേര് പറയാനായിട്ട് കേട്ടോ. എന്തായാലും ആ അവസാന ഭാഗം ആ മിസ് ഹോപ്കിൻസിന് നന്നായിട്ട് പറയാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ലാതെ പറയും.
കുഞ്ചി ചിരുത എന്നതിലെ ചിരുത എന്ന് പറയുന്ന ഭാഗം അത് മിസ് ഹോപ്കിൻസിന് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ കുഞ്ഞി എന്ന് പറയുന്ന ഭാഗമാണ് ആ മിസ് ഹോപ്കിൻസിന് പോലും ഒരു ടങ് ട്വിസ്റ്റർ ആയിട്ടുള്ളത് കേട്ടോ. ടങ് ട്വിസ്റ്റേഴ്സ് നമ്മൾ കേട്ടിട്ടില്ലേ, ഷീ സെൽസ് സീ ഷെൽസ് ഓൺ ദ സീ ഷോർസ് എന്ന് പറയുന്നത്. അതുപോലെയുള്ള ആ ടങ് ട്വിസ്റ്റേഴ്സ് പോലെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഇവളുടെ പേര് ഉച്ചരിക്കുന്ന കാര്യം മിസ് ഹോപ്കിൻസിന് കേട്ടോ. അപ്പൊ ഇതാണ് അവളെ വിഷമിപ്പിച്ച ഒരു കാര്യം. ഇനി ഈ സമയത്ത് അവൾ ഒരാളെ പരിചയപ്പെടുകയാണ്. അദ്ദേഹം ഒരു കൺഫെക്ഷണറി നടത്തുന്ന ആളാണ്. കൺഫെക്ഷണറി എന്ന് പറയുന്നത് ആ ഷോപ്പാണ് കേട്ടോ, ഈ സ്വീറ്റ്സ് ഒക്കെ വിൽക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഷോപ്പിനെ പറയുന്ന പേരാണ് കൺഫെക്ഷണറി. അപ്പോ കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്സ്. പിന്നെ ഒരു കാര്യം, അത് ന്യൂജേഴ്സിയാണ്, അവിടെ ഇന്ത്യക്കാരൊക്കെ ഉണ്ട്. കുഞ്ഞിച്ചിരുത സ്ട്രീറ്റിലൂടെ പോകുമ്പോഴൊക്കെ ഒരുപാട് ഇന്ത്യക്കാരെയൊക്കെ കണ്ടുമുട്ടാറുണ്ട്. കം അക്രോസ് എന്ന് പറഞ്ഞ മക്കളെ കണ്ടുമുട്ടുക എന്നാണ് കേട്ടോ. അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ്ലി കണ്ടുമുട്ടുന്നതിനെയാണ് നമ്മൾ കം അക്രോസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഇന്ത്യക്കാരെയൊക്കെ അവൾ കണ്ടുമുട്ടാറുണ്ട്. ഷീ ഹാഡ് എ പ്ലസന്റ് സർപ്രൈസ് വെൻ ഷീ മെറ്റ് പ്രകാശ്. പ്രകാശ് റാൻ എ കോൺഫെക്ഷണറി നിയർ ഹെർ സ്കൂൾ. അപ്പോഴാണ് അവൾക്ക് ഒരു സർപ്രൈസ് ആ തോന്നിയത് പ്രകാശ് എന്ന് പറയുന്ന ഇദ്ദേഹത്തെ കണ്ടപ്പോഴാണ്. ഇദ്ദേഹം അവളുടെ സ്കൂളിനടുത്ത് ഇതേപോലെ ഒരു മിഠായി കട, ഒരു കോൺഫെക്ഷണറി നടത്തുന്നുണ്ട് കേട്ടോ. കുഞ്ഞിച്ചിരുത തോട്ട് ഹി ലുക്ഡ് റിമാർക്കബിളി ലൈക്ക് ഹെർ അങ്കിൾ. അപ്പോൾ ഈ പ്രകാശിനെ കണ്ടപ്പോൾ കുഞ്ഞിച്ചിരുതക്ക് ഭയങ്കര അത്ഭുതം പോലെയാണ്. എന്താണ്, കുഞ്ഞിച്ചിരുതയ്ക്ക് പ്രകാശിനെ കാണുമ്പോൾ കുഞ്ഞിച്ചിരുതയുടെ ഒരു അങ്കിളെ പോലെയാ തോന്നുന്നത്. കുഞ്ഞിച്ചിരുതക്ക് ഒരു അങ്കിൾ ഉണ്ടേ, ആ അങ്കിളിനെ പോലെ തോന്നുകയാണ് കേട്ടോ. അങ്കിളിന്റെ പേര് ഹരീഷ് എന്നാണ് കേട്ടോ, ഹരീഷ്. ഓൺലി പ്രകാശ് ലുക്ഡ് എ ലോട്ട് ഓൾഡർ. പക്ഷെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകാശ് അങ്കിൾ കുറച്ച് കൂടുതൽ പ്രായം തോന്നിക്കുന്നുണ്ട്, പക്ഷെ ഹരീഷ് അങ്കിളിന്റെ പോലെ ഇരിക്കുന്നത്. ഓൾമോസ്റ്റ് ആസ് ഓൾഡ് ആസ് മുത്തശ്ശൻ. കൂടുതൽ വയസ്സുള്ള ആളായിട്ടാ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഒരു മുത്തശ്ശന്റെ പ്രായമാണ് ഇദ്ദേഹത്തിന് തോന്നുക. He had gazed curiously at her the first time she bought some candy from the store. ഇനി ആദ്യമായിട്ട് ഈ സ്റ്റോറിൽ നിന്ന് കുറച്ച് ക്യാൻഡി, കുറച്ച് മിഠായി വാങ്ങിക്കാൻ വന്നപ്പോൾ നമ്മുടെ പ്രകാശ് എന്ന് പറയുന്ന ഇദ്ദേഹം കുഞ്ഞിച്ചിരുതനെ കുറച്ച് ക്യൂരിയസ് ആയിട്ട് നോക്കി കേട്ടോ. ഒരു ഇന്ത്യക്കാരൻ മറ്റൊരു ഇന്ത്യക്കാരൻ കാണുമ്പോൾ എന്താണ് ക്യൂരിയസ് ആയിട്ട്, ആരാണ് എവിടെ നിന്നാണെന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ഒന്ന് ക്യൂരിയസ് ആയിട്ട് അറിയാനുള്ള ആഗ്രഹത്തെയാണ് നമ്മൾ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ക്യൂരിയസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് നോക്കി. All her classmates called him Mr. പ്രകാശ്. അപ്പൊ നമ്മുടെ ഈ പ്രകാശിനെ അവളുടെ ക്ലാസ്മേറ്റ്സ് ആയ കുട്ടികളെല്ലാം, അത് പല രാജ്യത്തു നിന്നുള്ള കുട്ടികളാണല്ലോ, അവരൊക്കെ വിളിക്കുന്നത് മിസ്റ്റർ പ്രകാശ് എന്നാണ്. കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് റൂഡ്. കുഞ്ഞിച്ചിരുതയ്ക്ക് അത് അത്ര ശരിയായി തോന്നിയില്ല, അത് നല്ലതല്ലായിട്ട് തോന്നിയില്ല. ബാക്ക് ഹോം ഇൻ കേരള ഷീ വുഡ് ഹാവ് കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ. ഇനി കേരളത്തിലായിരുന്നെങ്കിൽ അവൾ ഉറപ്പായിട്ടും അദ്ദേഹത്തെ എന്ത് വിളിച്ചാനെ, പ്രകാശ് അങ്കിൾ എന്ന് വിളിച്ചാനെ. The next time she went to the store, Prakash patted affectionately on her head. What do people call you, dear? Kunyichirda. Prakash eyes widened. Kunyichirda. അപ്പോൾ അടുത്ത ദിവസം പ്രകാശ് അങ്കിളിന്റെ കടയിൽ ചെന്നപ്പോൾ പ്രകാശ് അങ്കിൾ അവളുടെ തലയിൽ ഇതേപോലെ ഇങ്ങനെ കൈവച്ചിങ്ങനെ തട്ടിക്കൊണ്ട് പറഞ്ഞു, എന്താണ് നിന്റെ പേരെന്ന് ചോദിക്കുകയാണ്. പേരെന്ന് ചോദിക്കുന്നത് വേറെ രീതിയിലാണ് ചോദിക്കുന്നത്, അതായത് എന്താണ് എല്ലാവരും നിന്നെ വിളിക്കുന്നത് എന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പൊ കുഞ്ഞിച്ചിരുത പറഞ്ഞു, പേര് പറഞ്ഞു കൊടുത്തു. ആ പേര് കേട്ട് പ്രകാശ് അങ്കിളിന്റെ കണ്ണുകൾ വിടർന്നു കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, കുഞ്ഞിച്ചിരുത? പ്രകാശ് അങ്കിൾ തിരിച്ചു ചോദിക്കണം അവളുടെ പേര് കുഞ്ഞിച്ചിരുത എന്നാണോ എന്ന് കേട്ടോ. അപ്പോ കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. ഇത് കേട്ടപ്പോ കുഞ്ഞിച്ചിരുതയ്ക്ക് ഭയങ്കര സന്തോഷമായി. പ്രകാശ് അങ്കിൾ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹർ ഫാമിലി ടു പ്രൊനൗൺസ് ഹർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂജേഴ്സി. ഇവളുടെ ഫാമിലിയിലുള്ള ആൾക്കാരൊഴിച്ച് പുറമേ നിന്നുള്ള ആൾക്കാരിൽ വെച്ച് ഇപ്പൊ പ്രകാശ് അങ്കിൾ മാത്രമാണ് ആകെപ്പാടെ അവളുടെ പേര് കറക്റ്റ് ആയിട്ട് ഉച്ചരിച്ചത്. ബാക്കി പുറമേ ഉള്ള എല്ലാവരും തെറ്റായ രീതിയിലാണ് ഉള്ള പറയുന്നത്. അപ്പോൾ ഒരാളെ കിട്ടി അവൾക്ക് നന്നായിട്ട് അവളുടെ പേര്, അവളുടെ ഫാമിലിയിലെ അംഗമല്ലാതെ വേറൊരാൾ കേട്ടോ അവളുടെ പേര് നന്നായിട്ട് പറയുന്നത്. ഓക്കെ, ഷീ നോഡഡ് ഹെർ ഹെഡ് ആൻഡ് ബീംഡ് അറ്റ് ഹിം. അവൾ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ചിരിച്ചു, അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. ബീം ചെയ്യാന്ന് പറഞ്ഞാൽ സ്മൈൽ ചെയ്യാന്ന് അർത്ഥം കേട്ടോ. പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. പ്രകാശ് പിന്നീട് മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈക്ക് കുഞ്ഞിച്ചിരുത? അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഓ ഇപ്പോഴും കുട്ടികൾക്ക് കുഞ്ഞിച്ചിരുത എന്നൊക്കെ പേരിടുവോ? ഷി വണ്ടേർഡ് അലൗഡ്. അദ്ദേഹം നന്നായിട്ട് അതിശയിച്ചാണ് ചോദിച്ചത് കേട്ടോ. ഇപ്പോഴും കുഞ്ഞിച്ചിരുത എന്നൊക്കെ ഉള്ള പേരൊക്കെ കുട്ടികൾക്ക് ഇടുവോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതൊക്കെ പഴയ പേരാണേ. പ്രകാശ് വാസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ടു വണ്ടർ അബൌട്ട് കുഞ്ഞിച്ചിരുദാസ് നെയിം. ഷീ ഹാഡ് ഫേസ്ഡ് ദ ക്വസ്റ്റ്യൻ സെവറൽ ടൈംസ് ആഫ്റ്റർ ഷീ ബിക്കെയിം ഓൾഡ് ഇനഫ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങി, കുഞ്ഞിച്ചിരുതയ്ക്ക് കുറച്ച് അറിവ് വെച്ചപ്പോൾ തുടങ്ങി കുഞ്ഞിച്ചിരുത ഈ ഒരു കാര്യം എല്ലാവരിൽ നിന്ന് കേൾക്കുന്നുണ്ട്. എന്താണ്, ഇങ്ങനെ ഒരു പേര് കുഞ്ഞിച്ചിരുതയ്ക്ക് എങ്ങനെ വന്നു എന്ന് മറ്റുള്ളവർ ചോദിക്കുന്നത്.
കാരണം ഈ ഒരു പേര് ഉറപ്പായിട്ടും കേൾക്കുന്ന എല്ലാവരും ഒന്ന് ചോദിച്ചു പോകും എങ്ങനെ ഈ പേര് കിട്ടി എന്നുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഉള്ള അത്ഭുതമാണ് പ്രകാശങ്ങളും പ്രകടിപ്പിച്ചത്. ഷീ ഹാഡ് ഫേസ്ഡ് ദ ക്വസ്റ്റ്യൻ സെവറൽ ടൈംസ്. ഉണ്ട്, ഒരുപാട് തവണ ആ ക്വസ്റ്റ്യൻ അവൾ നേരിട്ടിട്ടുണ്ട് കേട്ടോ. ഓഫ് കോഴ്സ് ഷീ ന്യൂ വെരി വെൽ ഹൗ ഷീ ഗോട്ട് ഹെർ നെയിം. എങ്ങനെയാണ് അവളുടെ പേര് കിട്ടിയെന്നുള്ള കാര്യം അവൾക്ക് അറിയാം കേട്ടോ. So she told him about her great grandmother who became a school teacher at the age of 18. അപ്പൊ അങ്ങനെ അവള് ആ ഒരു കഥ പറഞ്ഞു. ആരോട്? പ്രകാശങ്കളിനോട് പറഞ്ഞു. അവളുടെ പേര് വന്നത് അവളുടെ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൽ നിന്നാണ് കേട്ടോ. മുത്തശ്ശി, മുതുമുത്തശ്ശിയിൽ നിന്നാണ് ആ പേര് കിട്ടിയത്. അപ്പോൾ ആ പേരുള്ള ആ മുത്തശ്ശി അന്ന് വളരെ മിടുക്കിയായിരുന്ന ഒരു കുട്ടിയായിരുന്നു കേട്ടോ, അവളുടെ മുതുമുത്തശ്ശി എന്ന് പറയുന്നത്. ആ മുത്തശ്ശി ഒരു 20 വയസ്സുള്ള സമയത്ത് ബിക്കേം എ സ്കൂൾ ടീച്ചർ അറ്റ് ദ ഏജ് ഓഫ് 18. 20 അല്ലേ, 18 വയസ്സുള്ള സമയത്ത് ഒരു സ്കൂൾ ടീച്ചറായ ഒരു മുത്തശ്ശിയാണ് കേട്ടോ. ഷീ ഹാഡ് ഓൺലി സീൻ എ ഫെയ്ഡിങ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. ഇനി നമ്മുടെ കുഞ്ഞിച്ചിരുത ആകപ്പാടെ കണ്ടിട്ടുള്ളത് കണ്ടില്ലേ, വളരെ ഫെയ്ഡ് ആയിട്ടുള്ള ഒരു പഴയ ഫോട്ടോഗ്രാഫ് മാത്രമാണ് അവൾക്ക് മുതുമുത്തശ്ശിയെ പറ്റി അറിയുന്ന ഒരേ ഒരു കാര്യം. കാരണം കണ്ടിട്ടില്ല കേട്ടോ, അതിനു മുമ്പേ മുതുമുത്തശ്ശി ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോ കുഞ്ഞിച്ചിരുത later learned from Amma that Prakash belonged to a village not far from her town. He had arrived in America almost half a century ago. അപ്പോഴാണ് കുഞ്ഞിച്ചിരുത വീട്ടിൽ ചെന്ന് അമ്മയായിട്ട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ പ്രകാശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നമ്മുടെ വീട്ടിൽ നിന്നും വളരെ അകലെയൊന്നുമല്ല, കുറച്ച് അടുത്തൊക്കെ തന്നെയാണ് പ്രകാശങ്ങളുടെ വീട് കേട്ടോ. പിന്നെ പ്രകാശങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് ഒരു 50 വർഷത്തോളമായി കേട്ടോ. ഓൾമോസ്റ്റ് ഹാഫ് എ സെഞ്ചുറി എഗോ, ഏകദേശം ഒരു 50 വർഷം മുന്നാണ്, 50 വർഷത്തോളമായിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും ഒരു 10, 70, 75 വയസ്സ് പ്രായം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് മുത്തശ്ശന്റെ പ്രായം അല്ലെങ്കിൽ മുത്തശ്ശന്റെ പ്രായമുള്ള ഒരാൾ തന്നെയാണ് പ്രകാശങ്ങൾ കേട്ടോ. യെസ്, a few days before the spring break, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കേട്ടോ, സ്പ്രിംഗ് ബ്രേക്ക് അതായത് വസന്തകാലത്തിന്റെ തുടക്കത്തിൽ a girl named Antoinette took admission in കുഞ്ഞിച്ചിരുദാസ് ക്ലാസ്. ഒരു പുതിയ പെൺകുട്ടി എത്തി, അവളുടെ പേര് ഓങ്തോനെറ്റ് എന്നാണ് കേട്ടോ. എഴുതിയിരിക്കുന്ന ആന്റോയിനെറ്റ് എന്ന് വായിക്കരുത് കേട്ടോ, അതിനകത്ത് പിന്നീട് പറയുന്നുണ്ട്. ഓങ്തോനെറ്റ് എന്നാണ് ആ കുട്ടിയുടെ പേര്. ഷി വാസ് ഫ്രം എ സിറ്റി കോൾഡ് മെഴ്സിലിസ് ഇൻ ഫ്രാൻസ്. അവൾ എവിടെന്നാ വരുന്നത്? ആ പുതിയ കുട്ടി ഫ്രാൻസിലെ മെഴ്സിലിസ് എന്നാ വരുന്നത്. Her mother was working in a multinational company. She was given a new project in New Jersey, so the family had relocated. ഇനി എങ്ങനെയാണ് ഓങ്തോനെറ്റ് അവിടെ എത്തിയെന്ന് പറയുകയാണെങ്കിൽ, അവളുടെ അമ്മ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ആ കമ്പനി ഇവളുടെ അമ്മയ്ക്ക് ഒരു പ്രൊജക്ട് കൊടുത്തിരിക്കുകയാണ്. എവിടെ? ന്യൂ ജേഴ്സിയിൽ ഒരു പ്രൊജക്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് അവരുടെ ഫാമിലി ഇങ്ങോട്ടേക്ക് റീലൊക്കേറ്റ് ചെയ്തത്, മാറി താമസിച്ചത് കേട്ടോ, ഫ്രാൻസിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇനി നമ്മുടെ ഓങ്തോനെറ്റ് വന്നു. ഓങ്തോനെറ്റ് ആൻഡ് കുഞ്ഞിച്ചിരുദ സൂൺ ബിക്കേം ഫ്രണ്ട്സ്. അവർ രണ്ടുപേരും പെട്ടെന്ന് ഫ്രണ്ട്സ് ആയി. Kunyachirtha was amused to find that her classmates and teachers had trouble pronouncing Antoinette's name too. ഇനി അപ്പൊ കുഞ്ഞിച്ചിരുതക്ക് രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം, ഈ ഓങ്തോനെറ്റ് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ പേരും അവളുടെ ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്കും ടീച്ചേഴ്സിനും പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടായി എന്നുള്ളതാണ്. കുഞ്ഞിച്ചിരുതയെ പോലെ തന്നെ മോസ്റ്റ് ഓഫ് ദം പ്രൊനൗൺസ്ഡ് ഇറ്റ് ആസ് ആന്റോയിനെറ്റ്. മിക്ക ആൾക്കാരും ഈ ഓങ്തോനെറ്റിന്റെ പേര് പ്രൊനൗൺസ് ചെയ്തത് ആന്റോയിനെറ്റ് എന്നാണ്. ഈ കാണുന്ന പോലെ തന്നെയാണ്, ആന്റോയിനെറ്റ് എന്ന രീതിയിലാണ് എല്ലാവരും പ്രൊനൗൺസ് ചെയ്ത് പോകുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല പറയേണ്ടത്. But Kunyachirtha learned from Antoinette that the name ought to be pronounced Antoinette. കണ്ടോ, ഇങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കുഞ്ഞിച്ചിരുത അവളിൽ നിന്ന് മനസ്സിലാക്കി. അപ്പൊ അവർ തമ്മിൽ പേര് പറഞ്ഞ് മനസ്സിലാക്കിയാണ് കേട്ടോ. കുഞ്ഞിച്ചിരുത ട്രൈ ടു സേ ഇറ്റ് ദാറ്റ് വേ. കുഞ്ഞിച്ചിരുത അത് അങ്ങനെ തന്നെ പറയാൻ ശ്രമിച്ചു. ഷീ ഫൗണ്ട് ടു ഹെർ സർപ്രൈസ് ദാറ്റ് ഷീ ഗോട്ട് ഇറ്റ് റൈറ്റ് ആഫ്റ്റർ എ ഫ്യൂ ട്രയൽസ്. കുറച്ചു നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുഞ്ഞിച്ചിരുതക്ക് അവളുടെ പേര് കറക്റ്റ് ആയിട്ട് ഉച്ചരിക്കാൻ പറ്റി. She was equally surprised to find Antoinette pronouncing her name fairly well, especially the na. കേട്ടോ, അപ്പോ ഇവൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവള് ഓങ്തോനെറ്റിന്റെ പേര് പറഞ്ഞ് പഠിച്ച പോലെ തന്നെ ഓങ്തോനെറ്റിന് കുഞ്ഞിച്ചിരുത എന്ന പേരും ഫെയർലി വെൽ ആയിട്ട്, അതായത് ഒരുവിധം നല്ല രീതിയിൽ പറയാൻ പറ്റി, മറ്റുള്ളവരെക്കാൾ നന്നായിട്ട്. പ്രത്യേകിച്ച് ആ ഇൻഹ എന്ന് പറയുന്ന ഭാഗം, നമ്മൾ ഞാ എന്ന് പറയുന്ന ഭാഗമാണ് ഈ പറയുന്നത് കേട്ടോ. കുഞ്ഞി തിരിച്ചിരുത, അത് തന്നെയാണ് കുഞ്ചി തിരുത എന്ന് വരുന്നത്. അപ്പൊ ആ ഞാ എന്ന് പറയുന്നത് ജാ ആയി പോകാതെ അല്ലെങ്കിൽ ഹായ് ആയി പോകാതെ ഒരു പ്രത്യേക രീതിയിൽ പറയണം അല്ലെ, എന്നാലേ ശരിയാവുള്ളൂ. അത് ഏകദേശം ശരിയായിട്ട് നമ്മുടെ ഓങ്തോനെറ്റിന് പറയാൻ പറ്റി എന്നാ പറയുന്നത്. Antoinette visited Kunyachirtha at her home a few days later. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓങ്തോനെറ്റ്
കുഞ്ഞിച്ചിരുതയുടെ വീട് വിസിറ്റ് ചെയ്തു. കുഞ്ഞിച്ചിരുത found to her amusement that Amma could not say Antoinette's name right. കുഞ്ഞിച്ചിരുതക്ക് വീണ്ടും അത്ഭുതമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിച്ചിരുതയുടെ അമ്മയ്ക്കും എന്ത് പറയാൻ പറ്റിയില്ല, ഓങ്ടോനെറ്റിന്റെ പേര് could not say, പറയാൻ കഴിഞ്ഞില്ല. So she had to become her mother's language teacher for a moment. അപ്പോ അവൾക്ക് എന്ത് ചെയ്യേണ്ട വന്നു? അമ്മയ്ക്ക് കുറച്ച് സമയത്തേക്ക് ഒരു ലാംഗ്വേജ് ടീച്ചറെ പോലെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട വന്നു. കേട്ടോ, ഇതാണ് നമ്മുടെ കുഞ്ഞിച്ചിരുതയുടെ കഥ. ഒരു കുഞ്ഞിക്കഥ, അതിലൊരു ചെറിയ പ്രോബ്ലം, ആ ചെറിയ പ്രോബ്ലത്തിന് അവസാനം ഒരു കുഞ്ഞി സൊല്യൂഷൻ. കണ്ടോ, ആദ്യം കുഞ്ഞിച്ചിരുതയ്ക്ക് കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവുന്നു ആ രാജ്യത്തേക്കൊക്കെ വന്നതിന് ശേഷം. പക്ഷെ ഒരിക്കലും ആ രാജ്യത്തെ ആൾക്കാർ അവളെ വേറിട്ട് കണ്ടില്ല, അവളെ അതേപോലെ നിർത്തി. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അവർക്ക് പറയാൻ പറ്റുന്നില്ല അവളുടെ പേര്. അത് അവൾക്ക് ഇത്തിരി വിഷമമായി. ആ വിഷമത്തിന് ഒരു പരിഹാരം എന്ന പോലെ അവളുടെ സ്കൂളിലേക്ക് ഒരു കുട്ടി വന്നു. ആ കുട്ടി ഫ്രാൻസിൽ നിന്നുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ പേരും ഇത്തിരി ബുദ്ധിമുട്ടാണ് പറയാൻ. എല്ലാവരും തെറ്റിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പതിയെ പതിയെ ഒരു ഫ്രണ്ട്സ് ആയി കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ അവരുടെ പേരുകൾ പറഞ്ഞ് ശരിയായി പറയാൻ പഠിച്ചു. അപ്പോൾ കുഞ്ഞിച്ചിരുതാന്ന് ആ ഓങ്ടോനെറ്റും പറഞ്ഞു, ഓങ്ടോനെറ്റ് എന്നുള്ള പേര് കുഞ്ഞിച്ചിരുതയും ഉച്ചരിച്ചു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തായി? അതിനേക്കാൾ രസകരമായ കാര്യം, കുഞ്ഞിച്ചിരുതയുടെ അമ്മയ്ക്ക് ഓങ്ടോനെറ്റിന്റെ പേര് പറയാൻ പറ്റുന്നില്ല. അപ്പൊ കുഞ്ഞിച്ചിരുത ഒരു ലാംഗ്വേജ് ടീച്ചറെ പോലെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് മക്കളെ നമ്മളുടെ സ്റ്റോറി. ഇനി നമുക്ക് ഈ സ്റ്റോറിയിൽ പഠിക്കാനുള്ളത് എന്താന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് കുഞ്ഞിച്ചിരുതയെ പറ്റി തന്നെയാണ് കേട്ടോ. സോ കുഞ്ഞിച്ചിരുതയുടെ തോട്ടാണ് നമുക്കൊന്ന് ആദ്യം പഠിക്കേണ്ടത്. 6 മാസമായി കുഞ്ഞിച്ചിരുത അവിടെ വന്നിട്ട്, ആ ഒരു അമേരിക്കയിൽ വന്നിട്ട്. അപ്പോൾ 6 മാസമായിട്ടുണ്ടാവുന്ന അവളുടെ ഉള്ളിലുണ്ടാവുന്ന ചില തോട്ട്സ്, ആ തോട്ട്സ് ആണ് ഒന്നാമത്തെ കാര്യം നമുക്ക് പഠിക്കേണ്ടത്. സോ തോട്ട്സ് ഓഫ് കുഞ്ഞിച്ചിരുത. അപ്പോൾ അവൾ ചിന്തിക്കുന്നത് എന്തൊക്കെയാ നോക്കി. വാട്ട് എ ജേർണി ഇറ്റ് ഹാസ് ബീൻ. ഓ, എന്തൊരു നീണ്ട യാത്ര. യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത് എത്ര നീണ്ട കാലയളവാണെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വാട്ട് എ ജേർണി ഇറ്റ് ഹാസ് ബീൻ. ഇറ്റ്സ് ബീൻ 6 months സിൻസ് ഐ ജോയിൻ മൈ ന്യൂ സ്കൂൾ. പുതിയ സ്കൂളിൽ ചേർന്നിട്ട് 6 മാസം ആവുന്നു. അറ്റ് ഫസ്റ്റ് ഐ വാസ് നെർവസ് ബിക്കോസ് ഐ ഡിഡ്ന്റ് നോ മച്ച് ഇംഗ്ലീഷ്, ബട്ട് നൗ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്പീക്ക് മച്ച് ബെറ്റർ. മൈ ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ് ആർ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. ഇപ്പോൾ ആദ്യം എനിക്ക് വന്നപ്പോൾ അധികം ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റുന്നുണ്ട്. മച്ച് ബെറ്റർ. ഇപ്പോൾ എൻ്റെ ടീച്ചേഴ്സും എൻ്റെ ക്ലാസ്മേറ്റ്സും എല്ലാം എന്നോട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ് പെരുമാറുന്നത് കേട്ടോ. മിസ് ഹോപ്കിൻസ്, എൻ്റെ സ്കൂൾ ടീച്ചറായിട്ടുള്ള മിസ് ഹോപ്കിൻസ് ട്രൈസ് ഹാർഡ് ടു സേ മൈ നെയിം. എൻ്റെ പേരെന്ന് പറയാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ദോ ഷീ സ്റ്റിൽ ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൽട്ട്. എന്നിരുന്നാലും ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. സംടൈംസ് ഐ ഫീൽ സാഡ് വെൻ പീപ്പിൾ സേ മൈ നെയിം റോങ്ലി. ചില സമയത്തെല്ലാം എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് എൻ്റെ പേര് ആളുകൾ റോങ് ആയിട്ട് സംസാരിക്കുമ്പോൾ. ഇറ്റ്സ് സ്പെഷ്യൽ ടു മീ ആൻഡ് റിമൈൻഡ്സ് മീ ഓഫ് ഹോം. പക്ഷെ എൻ്റെ പേര് എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ വീടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ ആ പഴയ നാട്, അതാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. Now, how happy I felt when Prakash uncle said it perfectly. It felt like someone truly saw me. ഒരു തവണ പ്രകാശ് അങ്കിളിനെ കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ പേര് സംസാരിച്ചപ്പോൾ എനിക്ക് പേര് പറഞ്ഞപ്പോൾ എനിക്ക് എത്ര സന്തോഷമായി. അപ്പോൾ എനിക്ക് തോന്നി എന്നെ ശരിക്കും അറിയാവുന്ന, എന്നെ ശരിക്കും കണ്ട ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, എന്നെ മനസ്സിലാക്കിയ ഒരാൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി അദ്ദേഹം പറഞ്ഞപ്പോൾ. ഓങ്ടോനെറ്റ്സ് നെയിം ഈസ് ഓൾസോ ഹാർഡ് ടു പ്രൊനൗൺസ്. ഓങ്ടോനെറ്റിന്റെ പേരാണെങ്കിലോ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാനായിട്ട് കേട്ടോ. ആൻഡ് വി ഹെൽപ്പ് ഈച്ച് അതർ. പക്ഷെ ഞങ്ങൾ തമ്മിൽ സഹായിച്ചു പേര് പറയാനായിട്ട്. നൗ ഐ ഫൈൻഡ് മോർ, ഐ ലേൺ ഇറ്റ് മോർ കോൺഫിഡൻറ്റ് കേട്ടോ. ഐ ഫീൽ മോർ കോൺഫിഡൻറ്റ് കേട്ടോ. നൗ ഐ ഫീൽ മോർ കോൺഫിഡൻറ്റ് ആൻഡ് ദിസ് പ്ലേസ് ഫീൽസ് ലൈക്ക് ഹോം ടു. ഇപ്പോൾ എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. പിന്നെ ഈ സ്ഥലം ഇപ്പോൾ എനിക്ക് വീട് പോലെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ അവളുടെ ഒരു 6 മാസമായിട്ട് അവളോട് താമസിച്ചതിന് ശേഷം ഇപ്പൊ അവൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവളുടെ തോട്ട്സ് എന്താണെന്നുള്ള ചോദ്യം വന്നാൽ അതിനുള്ള ഉത്തരമാണ് ഈ കാണുന്നത് കേട്ടോ മക്കളെ. അപ്പോ നമുക്ക് അടുത്ത ചോദ്യം എന്താ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കുഞ്ഞിച്ചിരുതയുടെ ഡയറി എഴുതി കളയാം. കുഞ്ഞിച്ചിരുതയുടെ ഡയറി. സോ മക്കളെ, ഡയറിയിൽ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് ആദ്യം നമ്മൾ ഒരു ഡേ, ഡേറ്റ്, മന്ത്, ഇയർ എന്നിവ എഴുതുക എന്നുള്ളത് കേട്ടോ. 18 December 2024 ഒരു ഇമാജിനറി ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിക്കോ, ഏതുള്ള എഴുതാം. അതിനുശേഷം ഡിയർ ഡയറി എന്ന് എഴുതണം കേട്ടോ. ഡിയർ ഡയറി, ടുഡേ സംതിങ് ഹാപ്പൻ ദാറ്റ് മേഡ് മീ ഫീൽ എ ലിറ്റിൽ upset. My friend Kate called out to me from across the street, but she said my name wrong again. മക്കളെ, ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സംഭവം ടുഡേ, ഇന്നത്തെ ദിവസം സംതിങ് ഹാപ്പൻ ദാറ്റ് മേഡ് മീ ഫീൽ അപ്സെറ്റ്. എന്നെ കുറച്ച് അപ്സെറ്റ് ആക്കി ഇന്ന് നടന്ന സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള കേറ്റ് അക്രോസ് ദി റോഡ് കേട്ടോ,
റോഡിനപ്പുറം നിന്ന് കേട്ടോ, ഫ്രം അക്രോസ് ദ സ്ട്രീറ്റ് അവൾ എൻ്റെ പേര് വിളിച്ചു. പക്ഷെ അവൾ പേര് വിളിച്ചത് കുറച്ച് തെറ്റായിട്ടാണ് കേട്ടോ. സെഡ് മൈ നെയിം റോങ് അഗെയിൻ. വീണ്ടും അവൾ എൻ്റെ പേര് തെറ്റായിട്ടാണ് പറഞ്ഞത്. ഷീ ട്രൈസ് ബട്ട് ഇറ്റ് സ്റ്റിൽ സൗണ്ട്സ് ഫണി. അവള് ശ്രമിച്ചു, പക്ഷെ ഇപ്പോഴും ആ പേര് പറയല് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈവൻ മിസ് ഹോപ്കിൻസ്, മൈ കൈൻഡ് മാത്സ് ടീച്ചർ, ഫൈൻഡ്സ് മൈ നെയിം ഡിഫിക്കൽട്ട് ടു സേ. ഇനി എൻ്റെ പുതിയ ക്ലാസ് ടീച്ചർ ഉണ്ട്, മിസ് ഹോപ്കിൻസ്, അവർക്കും എൻ്റെ പേര് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷീ ഗെറ്റ്സ് the last part right, but the first part is always a problem. അവര് എൻ്റെ പേരിന്റെ അവസാന ഭാഗം നന്നായിട്ട് പറയുന്നുണ്ട്, പക്ഷെ ആദ്യ ഭാഗം ഇപ്പോഴും അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. I feel a bit sad when people don't say my name properly. ഇനി എൻ്റെ പേര് ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ തെറ്റായ രീതിയിൽ പറയുമ്പോൾ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. It's a name I love and it reminds me of home. എൻ്റെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ പേര്, എൻ്റെ നാട്, എൻ്റെ വീട്, എൻ്റെ ഹോം എപ്പോഴും എനിക്ക് ഓർമ്മപ്പെടുത്തും എൻ്റെ പേര് കേട്ടോ. ബട്ട് ഐ വാസ് വെരി ഹാപ്പി വെൻ പ്രകാശ് അങ്കിൾ സെഡ് ഇറ്റ് കറക്റ്റ്ലി ദ ഫസ്റ്റ് ടൈം. പക്ഷേ ഞാൻ ഭയങ്കര സന്തോഷമാണ് പ്രകാശ് അങ്കിൾ എൻ്റെ പേര് ആദ്യമായിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. ഇറ്റ് ഫെൽറ്റ് സോ നൈസ് ടു ഹിയർ ഇറ്റ് സെഡ് ദ റൈറ്റ് വേ. ആരെങ്കിലും ആ പേര് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് കേൾക്കാൻ തന്നെ നല്ല രസമാണ്. I hope my friends will learn to set it properly one day. എൻ്റെ ഫ്രണ്ട്സ് ഈ പേര് അടുത്ത് തന്നെ വേഗം തന്നെ നന്നായിട്ട് പറയും എന്ന് ഞാൻ കരുതുന്നു എന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞുചിരുതയുടെ ഒരു ഡയറി കേട്ടോ, അത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ തോട്ട്സ്, രണ്ടാമത്തെ കാര്യം നമ്മുടെ കുഞ്ഞുചിരുതയുടെ ഒരു കുഞ്ഞു ഡയറി. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് മക്കളെ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഒരു കാര്യമാണ് ഇതിലെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കേട്ടോ. സോ ഫസ്റ്റ് നമ്മുടെ കൂടുതൽ ചാൻസ് അല്ലെങ്കിൽ കൂടുതൽ സാധ്യതയുള്ള ഒരു കോൺവെർസേഷൻ ആണ് കുഞ്ഞുചിരുതയും പ്രകാശങ്ങളുമായിട്ടുള്ളത്. സോ പ്രകാശങ്ങൾ പറയണം, ഹലോ, വാട്ട്സ് യുവർ നെയിം ഡിയർ കുഞ്ഞുചിരുത? മൈ നെയിം ഈസ് കുഞ്ഞുചിരുത. കുഞ്ഞുചിരുത, ദാറ്റ്സ് എ ലവ്ലി നെയിം. ഓഹോ, അത് നല്ല ഒരു മനോഹരമായ പേരാണല്ലോ. അപ്പോൾ അവള് പറയുന്നു, യു സെഡ് ഇറ്റ് കറക്റ്റ്ലി. ഓ, താങ്കളത് നന്നായിട്ട് തന്നെ പറയുകയും ചെയ്തു. ഓഫ് കോഴ്സ് ഐ എം ഫ്രം കേരള ടു. ഞാനും കേരളത്തിൽ നിന്ന് തന്നെയാണ് എന്ന് അദ്ദേഹം പറയാം. കുഞ്ഞുചിരുത പറയുന്നു, യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ ഹിയർ ടു സേ മൈ നെയിം റൈറ്റ്. താങ്കളാണ് ഈ പേരിപ്പോ ഇവിടെ നന്നായിട്ട് പറഞ്ഞ ആദ്യത്തെ ആൾ. പ്രകാശങ്ങൾ പറയുന്നു, ഐ എം ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഓ, അത് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ബാക്ക് ഹോം വി സേ അങ്കിൾ നോട്ട് മിസ്റ്റർ. ഞങ്ങളുടെ നാട്ടിലെ അങ്ങയെ വിളിക്കേണ്ടത് അങ്കിൾ എന്നാണ്, മിസ്റ്റർ എന്നല്ല. ദെൻ കോൾ മീ പ്രകാശ് അങ്കിൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നെ പ്രകാശ് അങ്കിൾ എന്ന് വിളിച്ചോ. കുഞ്ഞുചിരുത പറയാണ്, താങ്ക് യു പ്രകാശ് അങ്കിൾ, ഐ ഫീൽ ഹാപ്പി നൗ. പ്രകാശ് അങ്കിളെ നന്ദി, എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട് എന്ന് പറയുന്ന അവരുടെ രസകരമായ ആ ഒരു കോൺവെർസേഷൻ മക്കളെ, അത് ഒന്ന് പഠിച്ചു വെച്ചോ, അതിന് സാധ്യതയുണ്ട് കേട്ടോ. യെസ്, കോൺവെർസേഷൻ. ദെൻ മക്കളെ, ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം വരാൻ പോകുന്നത് ഇതാണ്. അതായത് അതിൽ ടെക്സ്റ്റിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്. എന്താണ്? ഓങ്തോനെറ്റ് അവരുടെ രാജ്യത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ ക്ലാസ്സിൽ പറയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഓങ്തോനെറ്റിന്റെ കൺട്രിയെ പറ്റി നെക്സ്റ്റ് ഓങ്തോനെറ്റ് വുഡ് ലൈക്ക് ടു സേ സംതിങ് അബൌട്ട് ഹെർ കൺട്രി ഫ്രാൻസ്. സം ബേസിക് ഫാക്ട്സ് അബൌട്ട് ഫ്രാൻസ് ആർ ഗിവൺ. ഇവിടെ ഫ്രാൻസിന്റെ കുറച്ച് ബേസിക് ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. ക്യാൻ യു ഹെൽപ്പ് ഹെർ മേക്ക് എ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പ്രസന്റ് ഇറ്റ്. ഓങ്തോനെറ്റിന് അത് ക്ലാസ്സിൽ പറയാവുന്ന രീതിയിൽ നിങ്ങൾക്കൊരു പാരഗ്രാഫ് പോലെ അതാക്കി ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ എഴുതി കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ രാജ്യത്തെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതണം. അപ്പൊ അതൊന്ന് കുറച്ച് ഭംഗിയായ രീതിയിൽ എങ്ങനെ എഴുതാം? നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതാം. ഐ എം ഫ്രം ഫ്രാൻസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ആൻഡ് എക്സൈറ്റിംഗ് കൺട്രി ഇൻ യൂറോപ്പ്. ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് ഈസ് പാരീസ്. കേട്ടോ, അപ്പൊ നമ്മൾ ഫ്രാൻസിൽ നിന്നാണെന്നുള്ള കാര്യം പറയുന്നു. ക്യാപിറ്റൽ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്യാപിറ്റലിന്റെ കാര്യം പ്രത്യേകം പറയണം കേട്ടോ. ക്യാപിറ്റൽ ഈസ് ഫ്രാൻസ്. സോറി, ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് ഈസ് പാരീസ്. ദ സിറ്റി നോൺ ഫോർ ലൈറ്റ്സ്, ആർട്ട് ആൻഡ് ഫാഷൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത കുറച്ചുകൂടി ഒന്ന് കൂടുതലായിട്ട് പറയാണ്. കൂടുതൽ ലൈറ്റ്സിന്, അതായത് വെളിച്ചത്തിനും, അതുപോലെ പല നിറങ്ങളിലുള്ള ലൈറ്റ്സിനും, അതുപോലെ ആർട്ട് കലയ്ക്കും, അതുപോലെ ഫാഷനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിറ്റിയാണ് നമ്മുടെ പാരീസ് എന്ന് പറയുന്നത്. അവർ ഫ്ലാഗ് ഹാസ് 3 കളേഴ്സ്, ബ്ലൂ, വൈറ്റ് ആൻഡ് റെഡ്. ഇത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലാഗിന്റെ കളർ 3 കളേഴ്സ് ഉണ്ട്, ബ്ലൂ, വൈറ്റ് ആൻഡ് റെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സെന്റൻസ് ആക്കി പറയാണ്, അവർ ഫ്ലാഗ് ഹാസ് 3 കളേഴ്സ്, ബ്ലൂ, വൈറ്റ് ആൻഡ് റെഡ്. ദെൻ അടുത്ത മക്കളെ, മോസ്റ്റ് പീപ്പിൾ ഇൻ ഫ്രാൻസ് സ്പീക്ക് ഫ്രഞ്ച്. ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ?
ഉണ്ട്. മേജർ ലാംഗ്വേജ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഫ്രഞ്ച് ആണ്. അപ്പോൾ അവിടുത്തെ കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് ഫ്രഞ്ച് ആണെന്ന് പറയുന്നു. വി ആർ ഫേമസ് ഫോർ ഡിലീഷ്യസ് ഫുഡ് ലൈക്ക് ക്രിസാന്ത്, ബഗറ്റ്സ് ആൻഡ് മക്രോൺസ്. അപ്പൊ ഇനി ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഫുഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോപ്പുലർ ഫുഡ് ഐറ്റംസ് ഈ പറയുന്നതെല്ലാം കണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഫേമസ് ആണെന്നുള്ള രീതിയിൽ സെന്റൻസ് ഇവിടെ എഴുതണം കേട്ടോ. ദേ ആണ്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു സെന്റൻസ് ആണ്, ദേ ആർ സ്വീറ്റ് ആൻഡ് ടേസ്റ്റി. ഇനി ഫ്രാൻസ് ഹാസ് മെനി ഫേമസ് പ്ലേസസ് ലൈക്ക് ഈഫൽ ടവർ, the Louvre Museum and the beautiful beaches of the French Riviera. If you love animals, you might see a French bulldog or a wild boar in the countryside. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഫേമസ് പ്ലേസസ് കൊടുത്തിട്ടുണ്ട്. ഈഫൽ ടവർ, ലൂവ്രെ മ്യൂസിയം, ബീച്ചസ് ഓഫ് ദ ഫ്രഞ്ച് റിവിയറ, അതുപോലെ അനിമൽസിന്റെ പേര് കൊടുത്തിട്ടുണ്ട് ഫ്രഞ്ച് ബുൾഡോഗ് ആൻഡ് വൈൽഡ് ബോർ. ദെൻ സെലിബ്രേഷന്റെ പേരും കൂടി കൊടുത്തിട്ടുണ്ട്, ബാസ്റ്റൈൽ ഡേയും അതുപോലെ ക്രിസ്മസ്, ഈസ്റ്ററും അവിടുത്തെ മെയിൻ ആയിട്ടുള്ള സെലിബ്രേഷൻസ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ കാര്യം കൂടി ഒന്ന് ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ആ ബുൾഡോഗിനെ കാണുന്ന കാര്യം, വൈൽഡ് ബോറിനെ കാണാമെന്നുള്ള കാര്യമൊക്കെ നമ്മളോട് പറഞ്ഞത് കൺട്രി സൈഡ്, ദാറ്റ് മീൻസ് അവിടുത്തെ ഗ്രാമീണ പ്രദേശങ്ങളിൽ നമുക്ക് ബുൾഡോഗുകളെയും വൈൽഡ് ബോർ, കാട്ട് പന്നികളെയും കാണാൻ പറ്റും. We celebrate many festivals like Bastille Day, Christmas and Easter with joy, food and fireworks. അപ്പോൾ ഇത്രയും ആഘോഷങ്ങൾ നടത്താനുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെയാണ് ബാസ്റ്റൈൽ ഡേയും ക്രിസ്മസും ഈസ്റ്ററും. അപ്പോൾ അത് ഭയങ്കര ആഘോഷത്തോടെയും ഫയർവർക്കോടെയും ഫുഡും ജോയും ഒക്കെ ആയിട്ട് ഞങ്ങൾ നടത്താറുണ്ട്. ഇനി അവസാനം ഒരു ചെറിയ ചോദ്യം പോലെ, വുഡ് യു ലൈക്ക് ടു വിസിറ്റ് ഫ്രാൻസ് സംഡേ? നിങ്ങൾക്ക് ഒരു ദിവസം ഫ്രാൻസ് സന്ദർശിക്കാൻ തോന്നുന്നില്ലേ എന്നൊരു ചോദ്യത്തോടു കൂടി നമുക്കത് ആ ഡിസ്ക്രിപ്ഷൻ അവസാനിപ്പിക്കാം. ഓക്കെ മക്കളെ, ഇത് ചിലപ്പോൾ ചോദ്യമായിട്ട് വരാം. പക്ഷേ എപ്പോഴും ഇങ്ങനെ തന്നെ വരണമെന്നില്ല, ഫ്രാൻസ് തന്നെ വരണമെന്നില്ല, വേറെ ഏത് രാജ്യം വേണമെങ്കിലും വരാം. ഉദാഹരണത്തിന് അവളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി, ഹീറോ എന്ന് പറയുന്ന കുട്ടി ഉണ്ടോ. നെക്സ്റ്റ്, ഹീറോ വുഡ് ലൈക്ക് ടു സേ സംതിങ് അബൌട്ട് ഹിസ് കൺട്രി ജപ്പാൻ. സം ബേസിക് ഫാക്ട്സ് അബൌട്ട് ജപ്പാൻ ആർ ഗിവൺ. ക്യാൻ യു ഹെൽപ്പ് ഹിം മേക്ക് എ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പ്രസന്റ് ഇറ്റ്? അപ്പൊ ഹീറോ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് തന്റെ നാടായ ജപ്പാനെ കുറിച്ച് ഇതുപോലെ പറയാൻ തോന്നുകയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെ ജപ്പാനെ പറ്റിയും ഇതുപോലെ ജപ്പാനാണ്, ക്യാപിറ്റൽ ടോക്കിയോ ആണ്, ദെൻ ഫ്ലാഗിന്റെ കളറും മേജർ ലാംഗ്വേജസും, ദെൻ പോപ്പുലർ ഫുഡ് ഐറ്റം കേട്ടോ, സുഷി, രാമൻ, ടെമ്പൂറ, ഇതൊക്കെയാണ് ഫുഡ് ഐറ്റംസ് കേട്ടോ. പിന്നെ ഫേമസ് പ്ലേസസ് മൗണ്ട് ഫുജി, കിങ്കാകുജി, പിന്നെ കിങ്കാകുജി ടെമ്പിൾസ്, ഷിബുയ ക്രോസിംഗ്, ഇതൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. പിന്നെ അനിമൽസ്, ജപ്പാനിലുള്ള അനിമൽസിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ജപ്പാനെ പറ്റിയും ഇതുപോലൊരു സ്ഥലം ഒരു പാരഗ്രാഫ് ഉണ്ടാക്കണം കണ്ടോ, ജപ്പാനെ പറ്റിയുള്ളതാണ്. I would like to tell you something about my country, Japan. Japan is a beautiful island country in East Asia. കണ്ടോ, അതൊരു ഈസ്റ്റ് ഏഷ്യയിലെ ഒരു ഐലൻഡ് കൺട്രി ആണ്. The capital city of Japan is Tokyo. അവിടുത്തെ ടോക്കിയോ ആണ് ക്യാപിറ്റൽ സിറ്റി. The national flag of Japan is white with a red circle in the center representing the sun. അപ്പൊ ഇതേപോലെ ഒരു വൈറ്റ് ഫ്ലാഗിൽ നടുക്ക് ഒരു റെഡ് സർക്കിൾ ആണ് അവിടുത്തെ ഫ്ലാഗ് എന്ന് പറയുന്നത്. അത് സണ്ണിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. The major languages spoken in Japan is Japanese. Some popular Japanese food are sushi, ramen and tempura. Japan is famous for wonderful places such as Mount Fuji, Kinkakuji and Shibuya crossing. ഇതൊക്കെയാണ് ജപ്പാനിലെ പ്രധാനപ്പെട്ട കാണേണ്ട സ്ഥലങ്ങൾ. Japan is home to animals like the Japanese macaque and the Akita Inu. People in Japan celebrate festivals such as Tanabata, Obon and Japanese New Year. അപ്പോൾ അവിടുത്തെ അനിമൽസ് ഇതൊക്കെയാണ്, ഈ പറയുന്ന മക്കാക്കും അതുപോലെ അക്കിത ഇനു, ഇതൊക്കെ അവിടുത്തെ കാണുന്ന പ്രത്യേകതര അനിമൽസ് ആണ്. പിന്നെ ജപ്പാനിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത് ടനബാറ്റയും ഒബോണും പിന്നെ ജാപ്പനീസ് ന്യൂ ഇയറും ആണ് കേട്ടോ. ഇനി പറയാ, ഐ എം പ്രൗഡ് ഓഫ് മൈ കൺട്രി ബിക്കോസ് ഇറ്റ് ഈസ് റിച്ച് കൾച്ചർ, ഡെലീഷ്യസ് ഫുഡ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസസ്. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇങ്ങനെയും നമുക്ക് ആ ഡിസ്ക്രിപ്ഷൻ ഒരെണ്ണം പറയാം ജപ്പാനെ പറ്റി. ഇനി ഏത് കൺട്രിയാണ് ചോദിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതുപോലെയുള്ള കൺട്രിയുടെ ഡിസ്ക്രിപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അതനുസരിച്ച് ഇപ്പൊ ഈ ഒരു രണ്ടെണ്ണം നമ്മൾ കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ് കിട്ടിയില്ല എഴുതിയതിന്റെ, അതേപോലെ ആ കൺട്രിയെ പറ്റിയും അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിക്കുന്നത് സെന്റൻസ് വൈസ് ആയിട്ട് കുറച്ച് എക്സ്ട്രാ നമ്മുടേതായിട്ടുള്ള ആഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റണം. ഓക്കെ, അതിന് ഇത് നിങ്ങളെ സഹായിക്കും. ഇനി അടുത്തത് എന്താണെന്ന് പഠിക്കാൻ നോക്കാം. നെക്സ്റ്റ് എന്തായാലും മക്കളെ വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഉറപ്പായിട്ടും ഷുവർ ആയിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ഇമെയിൽ പറയും കേട്ടോ, ചോദിക്കും. അപ്പൊ ഇമെയിൽ അയക്കേണ്ട ഒരു ഫോമാറ്റ് ഇവിടെ കാണാം. ഒരു ഇമെയില് നമ്മുടെ ഓങ്തോനെറ്റ് നമ്മളുടെ കുഞ്ഞിശ്ശേരിക്ക് അയച്ചിരിക്കുകയാണ് കേട്ടോ. എന്താണ് അതില്? ഓങ്തോനെറ്റ് തന്റെ വെക്കേഷനൊക്കെ ആസ്വദിച്ച കാര്യം പറയണം. ഫ്രാൻസിലേക്ക് തിരിച്ചു പോയിട്ട്
കുറച്ച് വെക്കേഷനൊക്കെ ആസ്വദിച്ചു അവിടെ സ്കൂളിന്റെ വെക്കേഷൻ ടൈമിൽ. അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് നമ്മുടെ കുഞ്ഞിച്ചിരുത ഒരു തിരിച്ചൊരു ഇമെയിൽ അയക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കിക്കളയാം. അതാണ് ഇത് ഇങ്ങനെയാണ്, ഫ്രം kunychirudha@gmail.com. അപ്പോൾ ഇമെയിലിന് ആദ്യം വേണ്ടത്, ഇമെയിലിന്റെ ഫോർമാറ്റ് കണ്ടോ, ഫ്രം ഉണ്ട്, ഫ്രം ആന്റോനേറ്റ് എന്നാണ്. അപ്പോൾ അതുപോലെ ഫ്രം കുഞ്ഞിച്ചിരുത തിരിച്ച് അങ്ങോട്ട് അയക്കുമ്പോൾ ഫ്രം കുഞ്ഞിച്ചിരുത ടു ഓങ്തോനെറ്റ് ടു ഓങ്തോനെറ്റ് എന്ന് പറഞ്ഞൊരു ഇമെയിൽ അഡ്രസ്. ഇനി സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ലൈൻ കൂടി നിങ്ങൾ എഴുതണം കേട്ടോ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലെറ്ററിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിപ്ലൈ ഫ്രം കേരള, കേരളത്തിൽ നിന്നുള്ള റിപ്ലൈ. ഡിയർ ഓങ്തോനെറ്റ്, I was excited to get your mail. It made me so happy to hear from you. നിന്റെ ഇമെയിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ പാഡൽ ബോർഡിംഗ് സൗണ്ട്സ് ലൈക്ക് ഫൺ. നീ അയച്ചു തന്ന വിശേഷങ്ങളിൽ നീ പാഡൽ ബോർഡിംഗ് ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ഭയങ്കര രസകരമായിട്ട് തോന്നി. ഐ സോ ദ ഫോട്ടോസ്, മെഴ്സലീസ് ലുക്സ് സോ നൈസ്, ഐ വിഷ് ഐ വാസ് ദെയർ വിത്ത് യു. നീ തന്ന ഫോട്ടോസ് ഒക്കെ ഞാൻ കണ്ടു, മെഴ്സലീസ് ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്, എനിക്കും നിന്നോടൊപ്പം അവിടെ ഉണ്ടായിരിക്കണമെന്ന് തോന്നി. ഇനി തിങ്സ് ആർ ഗുഡ് ഹിയർ ഇൻ കേരള. ഇവിടെ എൻ്റെ കാര്യം, കേരളത്തിൽ എൻ്റെ കാര്യം രസകരമായിട്ടുള്ള നടന്നു പോവുകയാണ്. ഐ എം സ്പെൻഡിങ് ടൈം വിത്ത് മൈ കസിൻസ്, വി വെന്റ് ടു മൂന്നാർ ആൻഡ് ആലപ്പുഴ. അപ്പോൾ ഇവളിങ്ങനെ കണ്ടോ ചെറിയ ട്രിപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ കസിൻസ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ മൂന്നാർ പോയി, ആലപ്പുഴ പോയി. പിന്നെ ദെൻ ഫുഡ് ഈസ് യമ്മി, ദ ഫുഡ് ഈസ് യമ്മി. ഇവിടുത്തെ ഫുഡ് നല്ല യമ്മിയാണ്, നല്ല ടേസ്റ്റിയാണ്. അമ്മ മേഡ് യുവർ ഫേവറേറ്റ് മാംഗോ പിക്കിൾസ് കേട്ടോ. ലാസ്റ്റ് വീക്ക് അമ്മ നിനക്ക് ഇഷ്ടമുള്ള ആ മാംഗോ പിക്കിൾസ് ഉണ്ടാക്കി. അപ്പോൾ ഓങ്തോനെറ്റ് നമ്മുടെ കുഞ്ഞിച്ചിരുതയുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ കഴിച്ചിട്ടുണ്ടാകാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ മാങ്ങാച്ചാർ കേട്ടോ, മാംഗോ പിക്കിൾസ് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഷീ സേസ് ഹലോ, അതെ അമ്മ നിന്നെ ഹലോ പറയുന്നു നിന്നോട്. ലെറ്റ്സ് ഹാവ് എ വീഡിയോ കോൾ സൂൺ, ഐ മിസ് യു എ ലോട്ട്. നമുക്ക് ഉടനെ തന്നെ വീഡിയോ കോളിൽ വരാം, നിന്നെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നു. ടേക്ക് കെയർ ആൻഡ് റൈറ്റ് അഗെയിൻ സൂൺ. നന്നായിട്ട് ആരോഗ്യമൊക്കെ നോക്കുക, എന്നിട്ട് എനിക്ക് തിരിച്ചെഴുതുക. ലവ് കുഞ്ഞിച്ചിരുത എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇതേപോലത്തെ ഒരു ഇമെയിൽ കേട്ടോ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യത എക്സാമിന്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച്. ആരുടെ? ഇതിനകത്ത് പ്രധാന ക്യാരക്ടർ ആരാ? കുഞ്ഞിച്ചിരുതയാണ്. അപ്പൊ നമുക്ക് അത് തന്നെ ആദ്യം പഠിച്ചു കളയാം കേട്ടോ. കുഞ്ഞിച്ചിരുതയുടെ ക്യാരക്ടർ സ്കെച്ച്. കുഞ്ഞിച്ചിരുത എങ്ങനത്തെ കുട്ടിയാണ്? മറ്റുള്ളവരെ സഹായിക്കുന്നു, സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കുന്നു, സംശയങ്ങളൊക്കെ തീർക്കുന്നു, അമ്മയെ സഹായിക്കുന്നു, നന്നായിട്ട് പഠിക്കുന്നു, എപ്പോഴും ചീർഫുൾ ആയിട്ടിരിക്കുന്നു. അങ്ങനെ പല പല ഗുണങ്ങൾ നമുക്ക് പറയാൻ പറ്റും അവളുടെ പേരിൽ അല്ലേ. അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അവളെ പറ്റി ഇങ്ങനെ പറയാം. കുഞ്ഞിച്ചിരുത ഇസ് എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ഗേൾ ഹു കെയർസ് അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവർക്ക് നന്നായിട്ട് പരിഗണന കൊടുത്ത് അവരെ കെയർ ചെയ്യുന്ന ഒരു കുട്ടിയാണ് കുഞ്ഞിച്ചിരുത. ഷീ ഈസ് ഓൾവേസ് റെഡി ടു ഹെൽപ്പ് ഹർ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. മറ്റുള്ളവരെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നവളാണ്. ബോത്ത് ഇൻ ക്ലാസ് ആൻഡ് ഔട്ട്സൈഡ്. ഇൻ ക്ലാസ്സിലും അല്ല ഔട്ട്സൈഡും അതെ. ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോസ് ഹൗ ടു ബിഹേവ് വെൽ അറ്റ് സ്കൂൾ ആൻഡ് അറ്റ് ഹോം. സ്കൂളിലും നന്നായിട്ട് ബിഹേവ് ചെയ്യാനും വീട്ടിലും നന്നായിട്ട് ബിഹേവ് ചെയ്യാനും അവർക്കറിയാം. കുഞ്ഞിച്ചിരുത കീപ്സ് ഹർ ബുക്സ്, ബാഗ് ആൻഡ് ഡെസ്ക് നീറ്റ് ആൻഡ് ക്ലീൻ. കുഞ്ഞിച്ചിരുത അവളുടെ ബുക്സും ബാഗും എല്ലാം നല്ല നീറ്റ് ക്ലീൻ ആയിട്ട് വെക്കുന്നു. ഷീ ഈസ് ഓൾസോ ആൻ ഇന്റലിജന്റ് സ്റ്റുഡന്റ് ഹു ലേൺസ് ക്വിക്ലി ആൻഡ് ഡസ് ഹർ വർക്ക് വിത്ത് കെയർ. അവള് നന്നായിട്ട് വേഗം പഠിച്ചെടുക്കുകയും തന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നതുമായിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. തന്റെ കാര്യങ്ങളൊക്കെ വളരെ കെയർ ചെയ്ത് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഷീ ഈസ് ക്യൂരിയസ് ആൻഡ് ലവ്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ടു അണ്ടർസ്റ്റാൻഡ് ന്യൂ തിങ്സ് ബെറ്റർ. പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളില്ലേ, അത് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി അതിനെപ്പറ്റി കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു കുട്ടി കൂടിയാണ് നമ്മുടെ കുഞ്ഞിച്ചിരുത. Most of all, she is a happy girl who smiles often and makes others feel good. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് പറയുകയാണെങ്കിൽ നമുക്ക് അവളെ പറ്റി ഇങ്ങനെ പറയാം, മറ്റുള്ളവരോട് എപ്പോഴും ചിരിച്ചും കളിച്ചും പെരുമാറുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. ഹാപ്പി ആക്കുന്ന കുട്ടിയാണ് മറ്റുള്ളവരെ. ഷീ ഈസ് ഹാപ്പി ഗേൾ ഹു സ്മൈൽസ് ഓഫൺ ആൻഡ് മേക്സ് അതേഴ്സ് ഫീൽ ഗുഡ്. മറ്റുള്ളവരെ ഹാപ്പി ആക്കുന്ന ഒരു കുട്ടിയാണ്. എവ്രിവൺ ലൈക്സ് ഹർ ബിക്കോസ് ഓഫ് ഹർ ഗുഡ് നേച്ചർ ആൻഡ് cheerful പേഴ്സണാലിറ്റി. അവളെ മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവളുടെ ഏറ്റവും നല്ല സ്വഭാവം കൊണ്ടും അവളുടെ സന്തോഷിപ്പിക്കുന്ന, അതായത് cheerful പേഴ്സണാലിറ്റി, അവളുടെ വ്യക്തിത്വം വളരെ സന്തോഷം നിറഞ്ഞതാണ്. അതുകൊണ്ട് കൂടിയാണ് എല്ലാവരും അവളെ ഇഷ്ടപ്പെടുന്നത് കേട്ടോ മക്കളെ. അപ്പൊ കുഞ്ഞിച്ചിരുതയെ പറ്റിയുള്ള ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷനോട് കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത്രയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു കോൺവെർസേഷൻ കേട്ടോ. കോൺവെർസേഷൻ ഉറപ്പായിട്ട് ഒരെണ്ണുണ്ടാവും. ഇമെയിലും നല്ല ഉറപ്പായിട്ടുണ്ടാവുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. ബൈ.